ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം 2 ബോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ അതിന് വേറെ 2 മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ കുത്തിയെടുക്കുക, ഇങ്ങനെ ഒരു വര പോലെ പോലെ വരയ്ക്കുക. പിന്നെ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു വര കിടന്നുള്ള വര എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെയും ഒരു പോലെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ അതൊരു റെക്റ്റാങ്കിളാക്കി മാറ്റുക, ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇപ്പുറത്ത് കുത്തി. ഇതൊരു റെക്റ്റാങ്കിൾ പോലെ ആയില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ നടുക്കില്ലേ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നടുക്കിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ തുണിയിലൊന്നും പെടാണ്ട് നൂലിൽ കൂടെ ഇങ്ങനെ ഒരു ലൂപ്പ് സെറ്റാക്കുക. ഇപ്പോൾ ഒരു ബോ പോലെ, ബട്ടർഫ്ലൈ പോലെ അല്ലേ, ഇങ്ങനെ മാത്രം ചെയ്തൊരു ബട്ടർഫ്ലൈ സ്റ്റിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ബോ വേണമെങ്കിൽ താഴത്ത് ആ വള്ളി പോലെ വരാനായിട്ട് താഴത്ത് ഈ 2 എന്താ പറയുക, 2 സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോ ആയല്ലോ. ഇതാണ് 3rd മെത്തേഡ്. 4th മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പെൻസിൽ വേണം കേട്ടോ. പെൻസിൽ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പെൻസിലിൻ്റെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇച്ചിരി ആ പെൻസിൽ പിടിക്കാനായിട്ട് ഇച്ചിരി പാടാട്ടോ. പെൻസിൽ തെന്നി പോകുന്ന ടൈപ്പ് പെൻസിൽ എടുത്ത് കഴിഞ്ഞാൽ പാടായിരിക്കും. തെന്നി പോവാത്ത ടൈപ്പ് പെൻസിൽ എടുക്കുക കേട്ടോ. ഭയങ്കര ഷൈനിങ് ഒന്നും ഇല്ലാത്ത പെൻസിൽ എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്ക് താഴത്ത് കൂടെയൊക്കെ പോകുക നൂല്, അതൊക്കെ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ നൂലിൻ്റെ നീളം അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നൂല് ഇതേപോലെ താഴത്തു കൂടെയൊക്കെ പോകും. അപ്പോൾ ത്രെഡിൻ്റെ നീളം അധികം എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വേറെ എക്സ്ട്രാ കെട്ടുകളൊന്നും വരാതിരിക്കും. പക്ഷേ ഇത് ഇച്ചിരി പാടായിട്ടാണ് തോന്നിയത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും. പക്ഷേ എനിക്ക് ഇച്ചിരി പാടായിട്ടാണ് തോന്നിയത്. ഞാൻ ഊരി എടുക്കാനായിട്ട് ഇച്ചിരി ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ അത്യാവശ്യം ടൈറ്റായിട്ട് എടുത്തത്, അതുകൊണ്ടായിരിക്കും. ലൂസായിട്ട് ഈ ലൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ മതിയാവും. എന്നിട്ട് ഇനി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലൂപ്പ്, ഈ നമ്മളിപ്പോൾ ലാസ്റ്റ് താഴത്തേക്ക് കുത്തിയെടുത്തില്ലേ, അത് വലിക്കാതിരിക്കുക. വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, സാധാരണ ഒരു സ്റ്റിച്ചായി മാറും കേട്ടോ. ഈ പൊങ്ങി നിൽക്കുന്ന ഇഴകളും താഴത്തേക്ക് പോരും. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തപ്പോഴത്തേനും എനിക്ക് അത്രയ്ക്ക് അങ്ങ് സെറ്റായില്ല. കറക്റ്റ് നടുക്ക് കൂടെ എടുക്കണം. എടുത്തിട്ട് ഇങ്ങനെ വലിച്ചൊരു എന്താ പറയുക, നമ്മൾ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വന്നു ഇതേപോലെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ലൂപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ലൂപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് 2 വാലും കൂടി കൊടുക്കാം, ബോ പോലെ ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മാത്രം ചെയ്യുമ്പോഴത്തേനും ഒരു ബട്ടർഫ്ലൈ സ്റ്റിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ജസ്റ്റ് ഒരു വാലും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം എല്ലാ സ്റ്റിച്ചിലും ചെയ്തില്ലേ, അതേപോലെ തന്നെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. സിമ്പിളാണ്. പിന്നെ ലാസ്റ്റ് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു കെട്ടിട്ട് കൊടുക്കണം താഴത്ത്. അത് നമ്മൾ യൂഷ്വലി എന്താ പറയുക, എല്ലാ സ്റ്റിച്ചും ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കില്ല, എല്ലാം തുന്നി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ എസ്തെറ്റിക് ബോസും സെറ്റായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ലാസ്റ്റിംഗ് ഉള്ളത് ഈ 3ാമത്തെ ബോയാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് 2ാമത് കാണിച്ചത്. അപ്പോൾ